ഈ ഐറ്റം റിട്ടേൺ വന്ന ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ അയച്ചുള്ളത് പോർട്ടബിൾ വാഷർ അയച്ചത്, പക്ഷേ ഇത് റിട്ടേൺ വന്നുള്ളത് വേറെ ഏതോ ബോക്സ് ആണ്. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ കോമേഴ്സ് ബിസിനസ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും, ഇപ്പോൾ ഇ കോമേഴ്സ് ബിസിനസ്, ഡ്രോപ്പ് ഷിപ്പിംഗ് ആണെങ്കിൽ, ഇ കോമേഴ്സ് ഏത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്, റിട്ടേൺ വരുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഡെലിവേർഡ് ആവുന്ന പ്രൊഡക്റ്റ് അത് മാറിക്കിട്ടുക. നമ്മുടെ അല്ലാത്ത കാരണം കൊണ്ട് അത് മാറിക്കിട്ടുക. അതുപോലെ തന്നെ അവർക്ക് പ്രൊഡക്റ്റ് ഡെലിവേർഡ്, നമ്മുടെ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആകുമ്പോൾ അവർക്ക് കല്ല് കിട്ടുക, അല്ലെങ്കിൽ അവർ ഓർഡർ ചെയ്ത സാധനം അല്ലാതെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുക. നമുക്ക് നമ്മുടെ വെയർ ഹൗസിലേക്ക് പ്രൊഡക്റ്റ് റിട്ടേൺ വരുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് വേറെ പ്രൊഡക്റ്റായിട്ട് വരിക. ഈ ഡെലിവറി ബോയ്സ് ഈ പറയുന്ന വെയർ ഹൗസുകളിൽ വെച്ചിട്ട് പ്രൊഡക്റ്റുകൾ മാറ്റി വയ്ക്കുക. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു ഇ കോമേഴ്സ് സ്ഥാപനം റൺ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ റൺ ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചസ് ആണ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും ഇ കോമേഴ്സിൽ റൺ ചെയ്യുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. സോ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, ഇതൊക്കെ എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം, ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. സോ അതാണ് കംപ്ലീറ്റ്ലി ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്, വിത്ത് ലൈവ് പ്രൂഫ്. ലൈവായിട്ട് നമ്മുടെ വെയർ ഹൗസിലേക്ക് ഇന്ന് വന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് വേറെ മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആസ് എ ഒരു സപ്ലയർ എന്നുള്ള രീതിക്ക് നമ്മളത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്, അത് ഏത് രീതിക്കാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത് എന്നുള്ളതിന് പറ്റിയിട്ട് A to Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു. സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാം കാണുക. ഓക്കെ, ദെൻ ഗോ ടു ദി വീഡിയോ. സോ നമ്മൾ ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ നമ്മൾ പറ്റിക്കപ്പെടാനായിട്ടുള്ള 3 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. നമ്മളൊരു ഇ കോമേഴ്സ് എൻ്റർപ്രനർ ആണെങ്കിൽ നമ്മൾ അയക്കുന്ന പ്രൊഡക്റ്റുകൾ റിട്ടേൺ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വേറെ മാർക്ക് കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള 3 കാര്യങ്ങളാണുള്ളത്. അതിലൊന്ന് ഈ പറയുന്ന ഡെലിവറി ബോയ്സ് ഈ അവരുടെ ഓരോ വെയർ ഹൗസിൽ എത്തുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റുകൾ മാറ്റി വയ്ക്കുന്നു. 2, കസ്റ്റമർ തന്നെ പ്രൊഡക്റ്റുകൾ മാറ്റി വേറെ വെച്ച് നമുക്ക് തിരിച്ചിങ്ങോട്ട് റിട്ടേൺ ക്ലെയിം ചെയ്ത് അയക്കുന്നു. 3, നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള സപ്ലയർ ആരാണോ ആ സപ്ലയർ എന്ത് ചെയ്യുന്നു, സ്കാമിങ് ചെയ്യുന്നു. അവർ പാക്കറ്റിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് അയച്ചിട്ട് അവരല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. ഓക്കെ, ഈ 3 കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സോ ഡെലിവറി ബോയ്സ്, ഒന്നാമത്തെ കേസ് നോക്കാം. ഈ ഡെലിവറി ബോയ്സ് എന്ത് ചെയ്യുന്നു, സപ്ലയർ അടുത്ത് വന്നിട്ട് പാഴ്സൽ എടുത്തു, നേരെ വരുന്ന സമയത്ത് അവരുടെ വെയർ ഹൗസിലെത്തി. ആ വെയർ ഹൗസിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവർ നേരെ ആ പാഴ്സലിൻ്റെ മുകളിൽ എന്തെങ്കിലും സ്ക്രാച്ച്, എന്തെങ്കിലും ഒരു ബ്ലേഡ് വെച്ച് ഉരച്ച് അതിൻ്റെ ഉള്ളിലത്തെ ഐറ്റംസ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അത് എടുത്ത് അവരെന്ത് ചെയ്യും, അവർ വീണ്ടും റീപാക്ക് ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യും, ആ സാധനം കസ്റ്റമറിലേക്ക് വീണ്ടും ട്രാൻസിറ്റ് പോകും. കസ്റ്റമർ കയ്യിൽ അതെത്തുമ്പോൾ കസ്റ്റമർക്ക് അതിൻ്റെ ഉള്ളിൽ വേറെ സാധനം. അപ്പോൾ ആർക്കായി കംപ്ലൈൻറ്റ് നമുക്കായി. മനസ്സിലായില്ലേ? സോ അതാണ് ഒരു പ്രശ്നം, ഈ ഡെലിവറി ബോയ്സ് ചേഞ്ചിങ് ആയിട്ട്. ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നമല്ല, പക്ഷേ ഒരു 100 പാഴ്സലൊക്കെ അയക്കുകയാണെങ്കിൽ ഒരു 2-3 പാഴ്സലിന് ഇങ്ങനെയുള്ളൊരു അവസ്ഥ വരാറുണ്ട്. സോ അതിലാരും ടെൻഷൻ അടിക്കേണ്ട കേസുകളൊന്നുമില്ല. നെക്സ്റ്റ്, കസ്റ്റമർ സ്കാമിങ് ആൻഡ് റിട്ടേൺ. നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള റിട്ടേൺ പോളിസി കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കസ്റ്റമർ നമ്മൾ പറ്റിക്കും. നമുക്ക് റിട്ടേൺ പോളിസി നമ്മളെ പ്രോപ്പറായിട്ടല്ല നമ്മുടെ വെബ്സൈറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് റിട്ടേൺ പോളിസി, ഇപ്പോൾ 2 ദിവസത്തെ റിട്ടേൺ പോളിസി ഉണ്ടായാലും നമ്മൾ അൺബോക്സിങ് വീഡിയോ ഒന്നും വേണമെന്നുള്ള അങ്ങനത്തെ റിക്വയർമെന്റ്സ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നിരിക്കുക. കസ്റ്റമർ പ്രൊഡക്റ്റ് കിട്ടി, കസ്റ്റമർ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ വേറെ സാധനം വെച്ചിട്ട് റിട്ടേൺ ക്ലെയിം ചെയ്യും. നമ്മളപ്പോൾ ആസ് എ പോളിസി നമ്മൾ ആ റിട്ടേൺ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന രീതിയിൽ, എന്താ പറയുക, ആമസോണിൽ പ്രൊഡക്റ്റ് വാങ്ങുന്നു, അതുപോലെ തന്നെ അതിൽ വേറെ പ്രൊഡക്റ്റ് വെച്ചിട്ട് റിട്ടേൺ ക്ലെയിം ചെയ്യുന്നു, ആ ഫണ്ട് റീഫണ്ട് വാങ്ങുന്നു. ഇതുപോലെ എത്ര പേര് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയി. ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. ഈ മീഷോ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ഇ കോമേഴ്സ് വെബ്സൈറ്റുകളിൽ ഇപ്പോഴും ഈ പരിപാടി ചെയ്യുന്നവരുണ്ട്. ഓക്കെ, സോ നല്ല കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ, നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സും ഉണ്ട്. ചിലർ ഈ രീതിക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ എൻ്റെ തന്നെ ഫ്രണ്ട്സുകൾ, ഇങ്ങനെ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുന്ന IT കമ്പനി വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഈ രീതിക്ക് പണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ട്. ഇപ്പൊ ഞാനൊക്കെ അവരോട് പറയും, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറ്റിക്കണം, ആ സപ്ലയറുടെ നഷ്ടം എന്തോരം വരുന്നത്, ആ കൊറിയറിന്റെ നഷ്ടം, ആ സപ്ലയറുടെ നഷ്ടം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൊരു ലൂപ്പ് ഹോള് കാണുമ്പോൾ അവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രക്രിയ. പക്ഷെ അതിന് പിന്നിൽ ഈ പറയുന്ന പാക്കിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കഷ്ടപ്പാടും, ആ കമ്പനിയുടെ മുതലാളിയുടെ കഷ്ടപ്പാടും, ആ സപ്ലയറുടെ കഷ്ടപ്പാടും, ആ ഡ്രോപ്പ് ഷിപ്പറുടെ കഷ്ടപ്പാടും, അതൊന്നും ആരും കാണുന്നില്ല. അത് കസ്റ്റമർ
കസ്റ്റമറുടെ സൈഡിൽ ഞാൻ ആസ് ഒരു സപ്ലയർ ഭാഗത്തു നിന്ന് സംസാരിച്ചാണ്. സോ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലയർ തന്നെ എന്ത് ചെയ്യുന്നു, സപ്ലയർ ആ പാക്കിൽ വേറെ ഐറ്റംസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡാമേജ് ആയ ഐറ്റംസ് വെച്ചിട്ട് ആസ് എ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന ഒരാളുടെ ഓർഡർ നമുക്ക് കിട്ടുമ്പോൾ, ലാബിൽ കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ഐറ്റം വെച്ച് പാക്ക് ചെയ്ത് അയക്കുക, അല്ലെങ്കിൽ ഡാമേജ് ആയ ഐറ്റം പാക്ക് ചെയ്ത് അയക്കുക, അല്ലെങ്കിൽ കല്ല് പാക്ക് ചെയ്ത് അയക്കുക. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള സപ്ലൈസ് ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ടുകൾ വന്നിട്ട് പലരും വേറെ വേറെ സപ്ലയർമാരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ മാർട്ട് അതുപോലെ തന്നെ റൊപ്പോസോ, ഗ്ലോ റോഡ് ഇതൊക്കെ വെച്ച് ചെയ്യുന്നവർക്ക് ഈ പണികളൊക്കെ മാക്സിമം കിട്ടുന്ന പണികളാണ്. കാരണം ഈ ഇന്ത്യ മാർട്ടിലൊക്കെ സപ്ലയർമാർ മൊത്തം നോർത്തിലുള്ള സപ്ലയർമാരാണ്. നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യമായിട്ട് ഇതുവഴി ഇന്ത്യ മാർട്ടോ അല്ലെങ്കിൽ അതുവഴി വാട്സപ്പ് നമ്പർ കിട്ടും, അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യ മാർട്ടിലെ സപ്ലയർമാരെ നമ്മൾ ബന്ധപ്പെടുന്നത്. അപ്പൊ അവരെന്താണ്, ഏത് രീതിക്കാണ് അവരുള്ള എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. സോ നമ്മൾ ഈ പറയുന്ന രീതി ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ അവര് രീതിക്ക് അപ്രോച്ച് ചെയ്തിട്ട് അവര് പ്രൊഡക്റ്റുകൾ എടുത്തിട്ട്, റയർ കേസുകളാണ് ഇതൊക്കെ, എന്നാലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇന്ത്യ മാർട്ടിൽ സപ്ലയർമാരെ സ്കാം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ എല്ലാവരും ഈ 3 കാര്യങ്ങളൊന്നും സൂക്ഷിക്കണം. ഈ 3 കാര്യങ്ങളാണ് ഇതിൽ പാർട്ട് ഓഫ് ഈ നമ്മൾ പെറ്റിക്കപ്പെടാൻ ആസ് എ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ഓണർ എന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവര് പെറ്റിക്കപ്പെടാനായിട്ടുള്ള 3 കാര്യങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് മാത്രം മാക്സിമം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഡെലിവറി ബോയ്സ് ആണ് നമ്മുടെ ഇന്ന് സാധനങ്ങൾ മാറ്റി വയ്ക്കുന്നത്. നമ്മളെ ഈ ഒരു വെയർ ഹൗസിൽ നിന്ന് സാധനങ്ങൾ മാറ്റി വെച്ച് കല്ല് വെച്ചിട്ടൊക്കെ അയക്കുന്നത്. പല കസ്റ്റമേഴ്സ് അവിടേക്ക് എത്തുമ്പോൾ വിചാരിക്കുക എന്താ, നമ്മൾ ആസ് എ സപ്ലയർ എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ആസ് എ ഡ്രോപ്പ് ഷിപ്പർ എന്ന രീതിക്ക് അവരുടെ ബ്രാൻഡ് സ്കാമാണ്, അങ്ങനെയാണ് ആസ് ഒരു കസ്റ്റമർ വിചാരിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, ഫേക്ക് ക്ലെയിം ചെയ്തിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ ബന്ധപ്പെടേണ്ട സപ്ലയർ ട്രസ്റ്റബിൾ ആയിട്ടുള്ള സപ്ലയർ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സപ്ലയറും ഈ പറഞ്ഞ രീതിക്ക് എന്താ പറയുക, വേറെ ഐറ്റംസ് മാറ്റി വെച്ചിട്ട് അവരും ചിലപ്പോൾ ഡാമേജ് ആയ ഐറ്റംസ് വേറെ വെച്ചിരിക്കുന്നത് പാക്ക് ചെയ്തിട്ട് ഈ ഡ്രോപ്പ് ഷിപ്പേഴ്സിനായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ എന്ത് പ്രശ്നമാണെങ്കിലും അതിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ട്, മനസ്സിലായോ? ഞാനീ പറയാൻ പോകുന്നൊരു 4 സൊല്യൂഷൻ ഞാനിപ്പോൾ പറയാൻ പോകുന്നുണ്ട്. അതിൽ ഈ 4 സൊല്യൂഷനും ഞാൻ പറഞ്ഞ അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രീതിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് 100% നമുക്ക് റിട്ടേൺ ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഡാമേജ് അതുപോലെ തന്നെ മിസ്സിങ് ഐറ്റം അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ക്ലെയിം ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ ലൈവിൽ കാണിക്കുന്നത് എങ്ങനെയാണ് ഇത് ക്ലെയിം ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ലൈവിൽ കാണിക്കുന്നു. അപ്പം തന്നെ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഇതേപോലെ മാറി വന്നിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ ഈ വീഡിയോ എല്ലാവരും കാണുക കംപ്ലീറ്റ്ലി, ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. നമുക്കിവിടെ ഏതിനും സൊല്യൂഷൻ ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ല, ഈ പറയുന്ന ഡെലിവറിക്കാർ മാറ്റി വയ്ക്കുന്നു, നമ്മളെ കസ്റ്റമേഴ്സ് മാറ്റി വയ്ക്കുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന സപ്ലയർമാർ മാറ്റി വയ്ക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടുള്ള സൊല്യൂഷൻ, ഏകദേശം ഒരു 4ഓളം സൊല്യൂഷൻസ് നമുക്കുണ്ട്. ഇത് ത്രൂ നമ്മൾ കറക്റ്റ് രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പാക്കേജിന്റെ ക്ലെയിം ഫണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് കിട്ടും. സോ അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ഒരു ക്രിയേറ്റ് എ പ്രൂഫ് ഓഫ് പാക്കേജ്. നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ ഒരു കസ്റ്റമർ ക്ലെയിം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയി അതിൻ്റെ പിറ്റേ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് ക്ലെയിം ചെയ്യാൻ വരികയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, എനിക്ക് ഡെലിവേർഡ് ആയി ഇങ്ങനെയാണ്. സോ മേ ബി കസ്റ്റമർ ആ പ്രൊഡക്റ്റ് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്വന്തം കയ്യാലെ ഡാമേജ് ആക്കിയിട്ട് കസ്റ്റമർ ചെയ്യുന്നതായിരിക്കും. സോ ആ സമയത്ത് ഒരു പ്രൂഫായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ നമുക്കതൊരു ഡയറക്റ്റ് പ്രൂഫാണ്. നമുക്ക് നല്ല രീതിക്ക് തന്നെ അത് കാണിച്ചു കൊടുക്കാം. പക്ഷെ നമുക്ക് അതൊരു അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊന്നുമില്ല, അത് അൺബോക്സിങ് വീഡിയോ എടുത്തില്ല, ഈ രീതിക്ക് വരികയാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് നമ്മുടെ കമ്പനി പോളിസി വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് റിജക്ട് ചെയ്യാനായിട്ട് പറ്റും ആസ് ഒരു ഇ-കോമേഴ്സ് ഓണർ എന്നുള്ള രീതിക്ക്. സോ പാക്കേജ് ഫോട്ടോ മസ്റ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന ഈ ഒരു സപ്ലയർമാരാണെങ്കിൽ സപ്ലയർമാരുടെ അടുത്ത് നിന്ന് ചോദിക്കുക പാക്കേജിന്റെ ഫോട്ടോ. അവർ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ ആസ് എ ഡ്രോപ്പ് ഷിപ്പർ സപ്ലയർ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അത് ത്രൂ ആണ് പ്രൊഡക്ട്സ് പോകണമെങ്കിൽ അവരുടെ അടുത്ത് ജസ്റ്റ് ചോദിക്കുക ആ ഒരു പാക്കേജിന്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ കസ്റ്റമറുടെയും ഓരോ പാക്കേജിന്റെയും ഫോട്ടോ എടുത്ത് ഡ്രോപ്പ് ഷിപ്പർക്ക് അയച്ചു കൊടുക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടുക, നമുക്ക് അയച്ചു തരാനായിട്ട് ആവശ്യപ്പെടുക. സോ അത് നല്ല സപ്ലൈസ് ആണെങ്കിൽ അവരത് അനുസരിക്കുക, ആ രീതിക്ക് അവർ ചെയ്യും. നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന നമ്മുടെ ഏകദേശം ഒരു 1000ഓളം സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് അവരെ എത്ര ഓർഡേഴ്സ് വന്നാലും ഓരോ ഓർഡേഴ്സ് വിത്ത് ഫോട്ടോസ് നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്. സോ അത് നമുക്ക് ക്ലെയിം ചെയ്യുന്ന സമയത്ത് അതൊരു പ്രൂഫാണ് നമുക്ക് വരുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പാക്കേജ് വീഡിയോ
അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളെല്ലാം പ്രോപ്പർലി ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയ അന്ന് തന്നെ അൺബോക്സിങ് വീഡിയോ എടുക്കണം. പാക്കറ്റ് പൊളിക്കുമ്പോൾ അൺബോക്സിങ് വീഡിയോ എടുക്കണം. അതിന് വിത്ത് ലാബിൽ പ്രോപ്പറാക്കി കാണിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതൊരു സാമ്പിൾ അൺബോക്സിങ് വീഡിയോ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ നിന്ന് എടുത്തതാണ്. ജസ്റ്റ് ഒരു സാമ്പിൾ അൺബോക്സിങ് ഇതേപോലെയാണ് കാണിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് ഇനീഷ്യലി നമ്മുടെ ലാബിൽ പ്രോപ്പറായിട്ട് കാണിക്കണം. ആ ലാബിൽ ഇന്ന ഇതിൽ നിന്നാണെന്നുള്ളത് പ്രോപ്പറായിട്ട് കാണിക്കണം. ഫസ്റ്റ് അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 4 സൈഡും ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അതിന്റെ പാക്കറ്റ്. അതിനുശേഷം പ്രൊഡക്റ്റ് പുറത്തെടുത്ത് ഇതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത്. ഇതാണ് ഒരു പ്രോപ്പർ അൺബോക്സിങ് വീഡിയോ. ഇങ്ങനെ വേണം ഒരു കസ്റ്റമർ അൺബോക്സിങ് വീഡിയോ എടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമർ ഓർഡർ കൺഫേം ചെയ്യുന്ന സമയത്ത് ഓർഡർ കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സാമ്പിൾ വീഡിയോസ് അയച്ചു കൊടുക്കാം. ഇതേപോലെയാണ് അൺബോക്സിങ് വീഡിയോ എടുത്താലാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് അവർക്ക് അയച്ചു കൊടുക്കാം. വീഡിയോസ് ലിങ്ക് ആയിട്ട് അയച്ചു കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്യൂട്ട് റേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ തന്നെയായിരിക്കും ആസ് എ ഡ്രോപ്പ് ഷിപ്പർ എന്ന രീതിക്ക് അറിയാം. ലോജിസ്റ്റിക്സ് പാനലിന്റെ മൊത്തം കൺട്രോൾ ഡ്രോപ്പ് ഷിപ്പറുടെ കയ്യിലായിരിക്കും. നമ്മുടെ സ്റ്റുഡൻസ് ഇത് കാണുന്നതിനെ അവർക്ക് അറിയാൻ മനസ്സിലാവും. സോ ആ ഒരു ലോജിസ്റ്റിക്സ് പാനലിൽ കയറിയിട്ട് നമുക്ക് ഡിസ്പ്യൂട്ട് റേസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പ്രൂഫുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഡിസ്പ്യൂട്ട് റേസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് കറക്റ്റ് പരമായിട്ടുള്ള ഇപ്പോൾ ഈവൻ ഈ ഒരു പ്രൊഡക്റ്റ് മാറിക്കിട്ടി അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഡാമേജ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കിട്ടിയിരിക്കുന്നത് കസ്റ്റമർക്ക്. മേ ബി കസ്റ്റമർക്ക് ഡെലിവേർഡ് ആയ ഐറ്റം ഡാമേജ് ആണ്. നമുക്കറിയാം ഈ ഐറ്റം നമ്മൾ ഇവിടെ നിന്ന് അയക്കുമ്പോൾ ഡാമേജ് ഒന്നും ഇല്ലാതെ അയച്ച സാധനം, പക്ഷെ അവിടെ എത്തുമ്പോൾ അത് ഡാമേജ് ആയിട്ടുള്ള ഐറ്റം. സോ അത് കൊറിയർ കമ്പനിയുടെ ഭാഗത്ത് വരുന്ന ഒരു വിഷയമാണ്, കൊറിയർ കമ്പനിക്കാർ ചെയ്തിട്ടുള്ള വിഷയം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് എത്തിയപ്പോൾ അത് വേറെ പ്രൊഡക്റ്റ്, നമ്മൾ ഇവിടെ നിന്ന് അയച്ച പ്രൊഡക്റ്റ് വേറെയാണ്. സോ ആ രീതിക്ക് വരുമ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാം. നമുക്ക് ആ ഒരു പ്രൊഡക്റ്റുമ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും. മനസ്സിലായോ? നമുക്ക് ആ ഒരു പൈസ എത്രയാണോ പ്രൊഡക്റ്റിന്റെ എമൗണ്ട്, COD അല്ലെങ്കിൽ COD പ്രീപെയ്ഡ് എത്രയാണോ എമൗണ്ട്, ആ എമൗണ്ട് നമുക്ക് ലോജിസ്റ്റിക്സ് കമ്പനിക്കാർ വിത്തിൻ 1 or 2 വീക്സിനുള്ളിൽ നമുക്ക് തരും. സോ അതെങ്ങനെ ഡിസ്പ്യൂട്ട് റൈസ് ചെയ്യാന്നാണ് അതിന് പറയാം. നമ്മുടെ ലോജിസ്റ്റിക്സ് പാനൽ ഇപ്പോൾ ഡെലിവറി ലോജിസ്റ്റിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഡിസ്പ്യൂട്ട് റൈസ് ചെയ്യാനും. സോ ഞാനിവിടെ എങ്ങനെയാണ് നമ്മൾ ഒരു ഡിസ്പ്യൂട്ട് റൈസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ലൈവിലി കാണിച്ചു തരാം. സോ നമുക്ക് ഇതിൽ ഡിസ്പ്യൂട്ട്സ് എന്നുണ്ട്. സോ അതിൽ ക്ലെയിം കണ്ടോ, ഡിസ്പ്യൂട്ട്സിൽ ക്ലെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ ഞാൻ ഓൾറെഡി 2-3 ക്ലെയിമുകൾ ഓൾറെഡി ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. ന്യൂ ക്ലെയിം ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ ഓർഡർ AWB നമ്പർ, നമ്മുടെ ട്രാക്കിംഗ് ID ഏതാണോ ആ ട്രാക്കിങ്ങിൻ്റെ നമ്പർ ഏതാണോ അത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്തതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട് റൈസ് ഫ്രം ലോജിസ്റ്റിക്സ് പാനൽ, രണ്ടാമത്തെ കാര്യം. സോ ഡിസ്പ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലോജിസ്റ്റിക്സ് പാനൽ എന്ന് പറയുമ്പോൾ ഷിപ്പ് റോക്കറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷിപ്പ് റോക്കറ്റ്, അതുപോലെ തന്നെ പലരും ഷിപ്പ് റോക്കറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതൊരു ലോജിസ്റ്റിക്സ് പാനലാണ്. ലോജിസ്റ്റിക്സ് കണക്ട് ചെയ്യുന്ന ലോജിസ്റ്റിക്സ് അഗ്രിഗേറ്റർ ആണ്. അതിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്ലെയിം ഇതാക്കുക. നമ്മളിപ്പോൾ ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ഇതാക്കില്ലേ, അതേപോലെയാണ് ഈ ഒരു കേസിൽ ഈ പറയുന്ന കൊറിയർ കമ്പനികൾ പാഴ്സലുകൾ അയക്കുന്ന ഒരു കമ്പനികളിൽ ഇതിൽ ഡിസ്പ്യൂട്ട് റൈസ് ചെയ്യാന്നാണ് പറയാം. സോ അതിൽ നമ്മൾ അതിനായിട്ട് കുറച്ച് മെത്തേഡുകളുണ്ട്. ഞാൻ ഇതിൽ ലൈവായിട്ട് കാണിച്ചിരുന്നുണ്ട് എങ്ങനെയാണ് ഒരു പോർട്ടലിൽ നമ്മുടെ പാഴ്സൽ ഡാമേജ് ആയി അല്ലെങ്കിൽ മാറി വന്നിട്ടുള്ള ഒരു പാഴ്സൽ എങ്ങനെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാന്നുള്ളത് ഞാൻ ലൈവിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്ന ഡെലിവറി 1 എങ്ങനെയാണ് നമുക്കൊരു പാഴ്സൽ അത് ഡിസ്പ്യൂട്ട് ചെയ്യാം, എങ്ങനെ അതിന്റെ ഇത് റേസ് ചെയ്യാന്നുള്ളത് ഞാനിപ്പോൾ ലൈവിൽ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതായിരിക്കും ഡെലിവറി ലോജിസ്റ്റിക്സിന്റെ പാനൽ വരിക. ഡെലിവറി അല്ലെങ്കിൽ ഷിപ്പ് റോക്കറ്റിൽ ഇതുപോലൊക്കെ തന്നെയാണ്, കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. അതിൽ ഹെൽപ്പ് സെന്റർ കണ്ടിട്ടില്ല? ഹെൽപ്പ് സെന്റർ ഇവിടെ ഏറ്റവും അടിയിൽ റൈറ്റ് സൈഡ് ഏറ്റവും അടിയിൽ ഹെൽപ്പ് സെന്റർ കാണാം. അവിടെ റൈസ് ആൻ ഇഷ്യൂ ക്ലിക്ക് ചെയ്യുക. റൈസ് ആൻ ഇഷ്യൂ പറയുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഇവിടെ കാണും. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഡിസ്പ്ലേയിൽ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. റീഅറ്റംപ്റ്റ് ഡിലേ ആൻഡ് ഡെലിവറി, കൺസൈൻ പിക്കപ്പ്, ഷിപ്മെന്റ് നോട്ട് ഡെലിവേർഡ്, ഫേക്ക് റിമാർക്ക്, സെൽഫ് കളക്ട്, ഡാമേജ്, മിസ്സിങ്, മിസ്മാച്ച്. മനസ്സിലായോ? നമ്മൾ മെയിൻ ഇത് കണ്ടോ, ഡിസ്പ്യൂട്ട്സ്, ക്ലെയിംസ്, ഫിനാൻസ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാമേജ്, മിസ്സിങ്, മിസ്മാച്ച് എടുത്തു. ഇപ്പൊ എക്സാമ്പിള് നമുക്ക് എത്തിയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് റിട്ടേൺ വന്നിട്ടുള്ള പ്രൊഡക്റ്റ്
എന്തായി റിട്ടേൺ പ്രൊഡക്റ്റ് വേറൊരു പ്രൊഡക്റ്റ് വന്നേക്കുന്നത്, നമ്മൾ അയച്ച പ്രൊഡക്റ്റിലാണ് നമുക്ക് റിട്ടേൺ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ റിട്ടേൺ ഷിപ്മെന്റ് ഇവിടെ എഴുതിക്കണം, ഡാമേജ് ഇൻ ഡെലിവേർഡ് ഓർ റിട്ടേൺ ഷിപ്മെന്റ്, മിസ്സിംഗ് ഷിപ്മെന്റ് ഡെലിവേർഡ് ഓർ റിട്ടേൺ, മിസ്മാച്ച് ഇൻ ഡെലിവേർഡ് ഓർ റിട്ടേൺഡ് ഷിപ്മെന്റ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എത്തിയ ഐറ്റം ഡാമേജ് ആണെങ്കിൽ ഈ ഒരു കാറ്റഗറി വഴി പോകും. എത്തിയ ഐറ്റം മിസ്സിംഗ് ആണ്, അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്ത ഒരു ഐറ്റമാണ് വന്നിരിക്കുന്നത്, ഈ ഒരു ഇത് പോകും. ഐറ്റം വന്നിരിക്കുന്നത് വേറെ ഏതെങ്കിലും കല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെച്ചിരുന്നത്, ഇത് മൂന്നിലും പോയാലും സെയിം ഇത് തന്നെയാണ് കിട്ടുക. അപ്പൊ സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഐറ്റം വന്നിരിക്കുന്നത് വേറെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഐറ്റം പോയി ഇതാണ് വന്നിരിക്കുന്നത്, കല്ലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എക്സാമ്പിൾ എല്ലാവർക്കും കിട്ടുന്നത് കല്ലാണ്, മനസ്സിലായോ? അപ്പൊ സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മിസ്സിംഗ് ഷിപ്മെന്റ് ഡെലിവേർഡ് നമ്മൾ ക്ലിക്ക് ചെയ്തു. സോ ഇതില് നമ്മുടെ AWB നമ്പർ, നമ്മുടെ AWB നമ്പർ ഏതാണോ, ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ട്രാക്കിംഗ് ഒരു സ്ലിപ്പുമ്മേ ഈ ഒരു നമ്പറുകൾ ഉണ്ടായിരിക്കും. സാർ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഇപ്പൊ നമുക്ക് ഡെലിവേർഡ് ആയിട്ടുള്ള ഐറ്റത്തിന്റെ AWB എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും ഒരു ലേബല്. ഈ ലേബലിൽ ഈ ഒരു നമ്പർ, ഈ ഒരു ലേബലിൽ ഇങ്ങനെ ഒരു QR കോഡ് നിങ്ങൾക്ക് കാണാം. അതിലുള്ള ഈ ഒരു നമ്പർ, ഡെലിവറി ലോജിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും, ഈ ഒരു നമ്പറാണ് എന്ത്, AWB നമ്പർ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഇത് കോപ്പി ചെയ്ത് ഇവിടെ ഇട്ട് പ്രൊസീഡ് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് വിഷയം, അതിന്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു പേജിലേക്ക് കിടക്കുക. അതിൽ നമ്മൾ ഡയറക്റ്റ് പറയുക, ഇതിൽ നമുക്ക് കിട്ടിയുള്ള പ്രൊഡക്റ്റ് വേറെയാണ് വന്നിരിക്കുന്നത്, സോ നമുക്കിത് ക്ലെയിം ചെയ്യണം, ഇതിന്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് നടപടിയിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിക്കുള്ള ഒരു സാധനം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അതിന്റെ ക്ലെയിം നമുക്ക് കിട്ടും. നമുക്ക് അതിന്റെ റെസ്പോൺസ് വിത്തിൻ 24 hours നമുക്ക് റെസ്പോൺസ് കിട്ടും. then അതിനുശേഷം അവരുടെ ടീം നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്താണെന്നുള്ള കാര്യം അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വിത്തിൻ ഒരു 1 week അല്ലെങ്കിൽ 1.5 weekന്റെ ഉള്ളിൽ ഇതിന്റെ എമൗണ്ട് എത്രയാണോ അത് നമുക്ക് ജെനുവിൻ റീസൺ ആണെങ്കിൽ വിത്ത് എല്ലാ പ്രൂഫ് കാര്യങ്ങൾ, ഈ പറഞ്ഞ രീതിയിലുള്ള അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളെല്ലാം പ്രോപ്പറാണ്, നമ്മൾ ഇവിടെ നിന്ന് അയച്ച് കൊടുത്തിട്ടുള്ള പാഴ്സലിൽ ഫോട്ടോയും ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, കറക്റ്റ് രീതിയിൽ ഇതാണെങ്കിൽ ഈ സംഭവം ഉറപ്പായിട്ടും നമുക്ക് ആ ക്ലെയിം നമുക്ക് കിട്ടും. നമ്മുടെ വാലറ്റിലായിരിക്കും ആ പൈസ കയറുക. നമുക്ക് ആ വാലറ്റ് നമുക്കത് പൈസയായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, പുതിയ പാഴ്സലുകൾ അയക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ഈ ഒരു AWB എടുത്തിട്ട് ഞാൻ ഇതിലാക്കി കൊടുത്ത് ഞാൻ പ്രൊസീഡ് കൊടുക്കുകയാണ്. സോ കണ്ട, സോ അടുത്ത് ചോദിക്കുന്ന എന്താണ് ഇഷ്യൂ, അതിൻ്റെ കാര്യങ്ങൾ. സോ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ നമ്മൾ സാമ്പിൾ കാണിച്ചതാണ്. സോ ഇതിൽ നമ്മൾ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് ക്ലെയിം ചെയ്യേണ്ടത്, ഒരു പ്രൊഡക്റ്റ് മിസ്മാച്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റിന് പകരം നമ്മൾ റിട്ടേൺ വന്നത് കല്ലാണ്, അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഡെലിവേർഡ് ആയത് ഇതാണ്, വേറൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ആസ് എ സപ്ലൈയുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ക്ലെയിം ചെയ്യേണ്ടത്, അത് എന്ത് പ്രോംപ്റ്റ് ആണ് അതിൽ കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് തന്നെ ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ടിട്ട് അതിൽ പറയുന്ന കുറച്ച് സ്ഥലങ്ങളിൽ നമ്മുടെ ഓർഡർ നമ്പറും ഈ പറയുന്ന AWB നമ്പർ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ അത് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സോ അത് കഴിഞ്ഞ് ഈ അറ്റാച്ച് ഫയലിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനടിയിൽ ഈ അറ്റാച്ച് ഫയലാണ് എൻ്റെ മൗസ് പോയിന്റർ തിരിയുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ കണക്റ്റിംഗ് ആയിട്ടുള്ള പ്രൂഫുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിലൊന്ന് കസ്റ്റമറുടെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിൽ, കസ്റ്റമർക്ക് ഡെലിവേർഡ് ആയ ഐറ്റം വേറെ ഐറ്റമാണ് ഡെലിവേർഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അൺബോക്സിങ് വീഡിയോ. ഇനി നമുക്കാണ് റിട്ടേൺ ഇങ്ങോട്ട് വന്നു, ഇപ്പൊ നിങ്ങളുടെ വെയർ ഹൗസിലേക്ക് റിട്ടേൺ വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് റിട്ടേൺ വന്ന ഐറ്റം ഡ്രോപ്പ് ഷിപ്പർ ചിലപ്പോൾ വീട്ടിലേക്കാണ് റിട്ടേൺ വരുന്നത് വിചാരിക്കുക. സോ ആ സമയത്ത് എന്ത് ചെയ്യുക, ആ റിട്ടേൺ വന്ന ഐറ്റത്തിന്റെ അൺബോക്സിങ് വീഡിയോ എടുക്കുക, മനസ്സിലായോ? സോ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ഒരു സപ്ലയർ ഭാഗത്തും ചെയ്യുന്നത് വേറെ രീതിക്കാണ്, അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ എന്നിട്ട് ആ വീഡിയോ കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്ത് പ്രൂഫായിട്ട് റൈസ് ആൻഡ് ഇഷ്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ടിക്കറ്റ് റൈസ് ആവും, നമ്മുടെ ഇവരുടെ ഭാഗത്തുനിന്ന് കോൾ വരും, അതിൻ്റെ ഒപ്പം തന്നെ ഇമെയിൽ കാര്യങ്ങളെല്ലാം പ്രോപ്പർലി വരും. നമുക്ക് ഇവരെന്താണോ നമുക്ക് ചെയ്തു തരുന്നത് അത് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. സോ ഇത്ര ഈസിയാണ്. ഇതേപോലെ തന്നെയാണ്, ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമുക്ക് ഷിപ്പ് റോക്കറ്റിലും ഏതൊരു കൊറിയർ അഗ്രിഗേറ്ററിലും വരുന്നത്, മനസ്സിലായോ? ആരും ഈ കാര്യത്തിൽ ഡൗട്ട് അടിക്കേണ്ട കേസില്ല. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളൊരു പോളിസി ക്രിയേറ്റ് ചെയ്യാനാണ്. നമ്മൾ കറക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പ്രൈവസി ആൻഡ് പോളിസി, അല്ലെങ്കിൽ നമ്മൾ റീഫണ്ട് പോളിസി കറക്റ്റായിട്ട് രീതിയിൽ മെൻഷൻ ചെയ്യുക. അൺബോക്സിങ് വീഡിയോ ഡെലിവേർഡ് ആയി എടുക്കണം, അതിൻ്റേതായിട്ടുള്ള പ്രൂഫുകൾ കാര്യങ്ങൾ എടുക്കണം. അതെന്ത് ചെയ്യുക, ഒരു ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് അത് വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ ഈ റീഫണ്ട് പോളിസി. സോ ഞാനൊരു എക്സാമ്പിൾ റീഫണ്ട് പോളിസി ഞാൻ കാണിച്ചു തരാം, കാണുന്നുണ്ടായിരിക്കും. റീഫണ്ട് പോളിസി നീഡ് അൺബോക്സിങ് വീഡിയോ ഓഫ്
പ്രൊഡക്റ്റ് ദാറ്റ് യു റിസീവ്ഡ്. ഇതാണ് ഒരു എക്സാമ്പിൾ ഓഫ് റീഫണ്ട് പോളിസി. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. ഈ ഒരു ലിങ്കിൽ ആ ഒരു വീഡിയോയ്ക്കാണ് കിടക്കുക. എന്ത് അപ്പോൾ എങ്ങനെയാണ് ഒരു പാക്കേജ് അൺബോക്സിങ് വീഡിയോ എടുക്കണമെന്നുള്ളതിൻ്റെ വീഡിയോയ്ക്കാണ് കിടക്കുക. സോ ഇതാണ് ഒരു റീഫണ്ട് പോളിസി കറക്റ്റ് വരുന്നത്. ഇതിൽ നമ്മൾ പ്രോപ്പർലി എല്ലാം മെൻഷൻ ചെയ്ത് പറയണം. പ്ലീസ് മേക്ക് ഷുവർ ദി പ്രോപ്പർ അൺപാക്കിംഗ് വീഡിയോ അവോയ്ഡ് ദി ക്ലെയിം പർച്ചേസ് മെയ്ഡ് under check warranty terms. In order to provide the business and the good long term relation, we have to made the sample video have a look. So ഈ ഒരു ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ വീഡിയോ ആണ്. സാമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ മെൻഷൻ ചെയ്ത് തരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്ത് തരുന്നുണ്ട് ഒരു സാമ്പിൾ എങ്ങനെയാണ് ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കേണ്ടത്. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഡ്രൈവ് ലിങ്ക് ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ. സോ കുറച്ച് കാര്യങ്ങളുണ്ട് അതിലെന്താണെന്ന് വെച്ചാൽ ഈ ഒരു 5 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്ന റീഫണ്ട് പോളിസിയിൽ. ഒന്ന്, കസ്റ്റമർ ഷുഡ് ബി ടേക്ക് ഇമേജ് ഓഫ് ടോപ്പ് പാർസൽ വൺസ് റിസീവ്ഡ് ദി ഷോയിങ് ദി ലേബൽ ക്ലിയർലി. അല്ലാതെ ലേബൽ കാണിക്കാതെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലേബൽ ചിലർ കിട്ടി കഴിഞ്ഞ സ്പോട്ടിൽ ലേബൽ പറിച്ച് കളയുക ചെയ്യുക. സോ അപ്പോൾ തന്നെ പ്രൊഡക്റ്റ് മാറ്റി വെച്ചിട്ട് ഒരു ഫേക്ക് അൺബോക്സിങ് വീഡിയോ എടുക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ഫേക്ക് ആയിട്ടുള്ള അൺബോക്സിങ് വീഡിയോ എടുത്തിട്ട് ക്ലെയിം ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. സോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. എന്ത് അതിൻ്റെ നമ്മൾ പറയണം. ഇത് ഈ ഒരു മാനദണ്ഡങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കണ്ട. മനസ്സിലായോ? കാരണം പലരും നമ്മൾ എന്താ പറയുക പെറ്റിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് അത് ത്രൂ നമ്മളെ ആസ് ഒരു സപ്ലയർ അല്ലെങ്കിൽ ആസ് ഒരു ഡ്രോപ്പ് ഷിപ്പർ രീതിക്ക് അത് ഈ ഒരു അനുഭവിച്ചിട്ടുണ്ടായിരിക്കും കസ്റ്റമർ ഫേക്ക് റീക്ലെയിമുകളൊക്കെ. ഓക്കെ, സോ കസ്റ്റമർ ഈ പറയുന്ന മുകളിൽ ആ പാഴ്സലിൻ്റെ മുകളിൽ നിന്നുള്ള ഫസ്റ്റ് ലേബൽ ക്ലിയറിറ്റിയിൽ കാണിച്ചിട്ടുള്ള ഒരു ഫോട്ടോ വേണം. ദെൻ കസ്റ്റമർ ഷുഡ് സ്റ്റാർട്ട് അൺപാക്കിംഗ് വീഡിയോ വിത്ത് 360 ഡിഗ്രി വ്യൂ പാഴ്സൽ ഫസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചെന്ന വീഡിയോയിൽ കണ്ടോ ഇങ്ങനെ മൊത്തത്തിൽ 360 ഡിഗ്രിയിൽ മൊത്തത്തിൽ കാണിച്ചിരുന്നത്, അത് വേണം. മൂന്നാമത്തെ കാര്യം, അൺപാക്കിംഗ് ഈസ് ഡൺ കംപ്ലീറ്റ് ഇൻക്ലൂഡ് ഓൾ എഡ്ജ് ഷോയിങ് ഓൾ കോമ്പൗണ്ട്സ്. ഓക്കെ, എല്ലാ കോമ്പൗണ്ട് സൈഡൊക്കെ കാണിച്ചിട്ട് വേണം എന്ത് ചെയ്യുക, അൺപാക്കിംഗ് വീഡിയോ എടുക്കാനായിട്ട്, അൺബോക്സിങ് വീഡിയോ എടുക്കാനായിട്ട്. നമ്മൾ അതിൽ ക്ലാരിറ്റി ആയിട്ട് കാര്യങ്ങൾ വേണം, മെയിൻലി അത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, എനി ഫിസിക്കൽ ഡാമേജ് ഓർ യൂസബിൾ മാർക്ക് എക്സെട്ര ഈസ് നോട്ടഡ് ഇൻ സെയിം വീഡിയോ. എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ വീഡിയോയിൽ നോട്ടിഫൈ ചെയ്യണം, സെയിം വീഡിയോയിൽ നോട്ടിഫൈ ചെയ്യണം. മനസ്സിലായോ? ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് എന്തെങ്കിലും അതിന് പാടുകളോ കാര്യങ്ങളോ ഫിസിക്കൽ ഡാമേജോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സെയിം എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ കറക്റ്റ് കാണിക്കണം. ഓക്കെ, ആ വീഡിയോ ഒരിക്കലും 5ാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ഒരിക്കലും സിംഗിൾ ക്ലിപ്പ് ആയിരിക്കണം. അതൊരിക്കലും എഡിറ്റ് ചെയ്തിട്ടുള്ള ക്ലിപ്പുകൾ ആഡ് ചെയ്തതായിരിക്കരുത്. ഈ 5 കാര്യങ്ങൾ നമ്മളൊരു കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇത് റീഫണ്ട് പോളിസി ഇത് തന്നെ കോപ്പി ചെയ്തിട്ട് നമ്മൾ ആ കസ്റ്റമർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇത് ഓക്കെ ചെയ്തിട്ടുള്ള ഓർഡർ അക്സെപ്റ്റ് ചെയ്താൽ മതി. സോ അതിനുശേഷം ഡെലിവറി ആയതിനു ശേഷം ഇത്രയും കാര്യങ്ങൾ പാലിക്കാതെയാണ് അവർ നമുക്ക് പാഴ്സൽ ഈ രീതിക്ക് അവർ പറയുന്നെങ്കിൽ ചെയ്ത് കൊടുക്കണ്ട. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ആള് ജെനുവനാന്നുള്ളത് നമുക്ക് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും നമ്മളെ എന്താ പറയുക ഈ രീതിക്ക് എങ്ങനെയെങ്കിലും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരാണ്. സോ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് രീതിയിൽ ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ഈ റീഫണ്ട് പോളിസിയുടെ ഈ ഒരു ടെംപ്ലേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. സോ എല്ലാവർക്കും അത് എടുത്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഒന്നുകൂടി ഞാൻ പറയാം, കസ്റ്റമർ ഷുഡ് ബി ടേക്ക് ദി പാഴ്സലിൻ്റെ മുകളിൽ നിന്നുള്ള ഫോട്ടോ അവർ എടുക്കണം കറക്റ്റ് ലാബിൽ കാണിക്കുന്ന രീതിയിൽ. ദെൻ 360 ഡിഗ്രി വ്യൂവിൽ എല്ലാ പാഴ്സലും തുടക്കത്തിൽ ആ പാഴ്സലിന് ചുറ്റും 360 ഡിഗ്രിയിൽ നമ്മൾ കാണിക്കണം. ദെൻ അൺപാക്കിംഗ് ഈസ് ഡൺ ഇൻക്ലൂഡ് എഡ്ജ് ടു എഡ്ജ് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ എന്തെങ്കിലും മിസ്സിംഗ് ഐറ്റംസ് ഉണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ അതിലപ്പം തന്നെ ആ വീഡിയോയിൽ കാണിക്കണം. ദെൻ ഫിസിക്കൽ ഡാമേജ് എന്തെങ്കിലും യൂസബിൾ മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെയിം വീഡിയോയിൽ തന്നെ കാണിക്കണം. ദെൻ ആ വീഡിയോ ഒരിക്കലും 5ാമത്തെ കേസ് ആ വീഡിയോ ഒരിക്കലും എഡിറ്റ് ചെയ്യരുത്. എഡിറ്റ് ചെയ്യാത്ത കറക്റ്റ് വീഡിയോ ആയിരിക്കണം. സോ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് കസ്റ്റമർ ഭാഗത്ത് എന്തെങ്കിലും ഫ്രോഡ് പരിപാടി ചെയ്യുന്നതാണ്. കസ്റ്റമർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് ഡെലിവേർഡ് ആയി, കസ്റ്റമർ അത് എന്തെങ്കിലും കസ്റ്റമറുടെ അബദ്ധവശാൽ അത് നിലത്ത് വീണ് പൊട്ടി അങ്ങനത്തെ കാര്യങ്ങളുണ്ടായി, കസ്റ്റമർക്ക് അപ്പോൾ അത് റീക്ലെയിം ഇല്ല. ആ ഒരു വെബ്സൈറ്റ് ക്ലെയിം ഇതാക്കിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് അവർ ഓർഡർ ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർ നേരെ ആ ഡാമേജ് നല്ല സാധനം അതിൻ്റെ ഉള്ളിൽ നിർത്തി ഡാമേജ് ആയ സാധനം ഉള്ളിൽ വെക്കും, എന്നിട്ട് ക്ലെയിം ചെയ്യും. അപ്പോൾ അവർക്ക് എന്തായി, ഫണ്ട് തിരിച്ചു കിട്ടി, സാധനം ക്ലെയിം ആക്കുകയും ചെയ്തു. സോ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ വെബ്സൈറ്റിൽ ഓരോ റീഫണ്ട് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
മെനു ക്രിയേറ്റ് ചെയ്തിട്ട് ഫൂട്ടറിൽ ഒരു മെനു ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ ആഡ് ചെയ്യണം. സോ നമ്മുടെ സ്റ്റുഡൻസിന്റെ വെബ്സൈറ്റിൽ നമ്മളാണ് നമ്മുടെ സ്റ്റുഡൻസിന്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ അതിൽ നമ്മൾ ഈ ഒരു റീഫണ്ട് പോളിസി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരൊക്കെയും ഇല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള സപ്ലയേഴ്സ്. പലരും യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും ഇത് എന്താ പറയുക, ഡ്രോപ്പ് ഷിപ്പിംഗ് അങ്ങനെയാണ് നമ്മളൊരു സപ്ലയർ ഇന്ത്യ മാർട്ട് അല്ലെങ്കിൽ റൊപ്പോസോ ത്രൂ കണക്ട് ചെയ്യണമെന്ന് പറയും. സോ നമ്മൾ കണക്ട് ചെയ്യുന്ന സപ്ലയർ, നമ്മൾ കേരളത്തിൽ നിന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കണക്ട് ചെയ്യുന്ന സപ്ലയർ, ഒന്നെങ്കിൽ നോർത്തിൽ അല്ലെങ്കിൽ പാറ്റ്ന എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഭാഗത്തുള്ള സപ്ലയർമാരായിരിക്കും. അവർ ഈ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ അവരെ കറക്റ്റ് രീതിയിൽ വിശ്വസിക്കണം എന്നില്ല. കാരണം നമ്മൾ പേയ്മെന്റ് അയച്ചു കൊടുത്താൽ അവർക്ക് പ്രൊഡക്റ്റ് പോകണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള സപ്ലയർ ഉണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലയർ ഉണ്ടെങ്കിൽ കറക്റ്റ് രീതിയിലുള്ള കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക ഡ്രോപ്പ് ഷിപ്പറും ഒരു സപ്ലയറും തമ്മിൽ നല്ല രീതിയിൽ വർത്തമാനങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ നല്ല രീതിക്ക് നമുക്ക് ഗ്രോത്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ഒരു ഇ-കോമേഴ്സ് സ്റ്റോർ. സോ ഈ ഒരു സപ്ലയർ ആയിട്ടുള്ള ഡീലിംഗ് ആണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് സപ്ലൈസിന് വേണം. അതുപോലെ തന്നെ വിത്തിൻ 24 hours പാക്ക് ചെയ്തിട്ട് സപ്ലയർ അയക്കണം. പിന്നെ ഏതെങ്കിലും സ്റ്റോക്ക് ഔട്ട് ആവുകയാണെങ്കിൽ സപ്ലയർ അപ്ഡേറ്റ് ചെയ്യണം ഈ ഒരു ഡ്രോപ്പ് ഷിപ്പറിൻ്റെ അടുത്ത്. സോ അതുപോലെ തന്നെ പലരും എൻ്റെ അടുത്ത് മെസ്സേജ് വരുന്ന പലരും പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു സപ്ലയർ ഇന്ത്യ മാർട്ടിൽ ഞാൻ പൈസ അയച്ചു കൊടുത്തു, പക്ഷെ പ്രൊഡക്റ്റ് പോയില്ല, ആൾ എന്നെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് സ്കാമിങ് ഇന്ത്യ മാർട്ടിൽ നടക്കുന്നുണ്ട്, ഒരുപാട് സ്കാമിങ്. സോ ട്രസ്റ്റ് ആയിട്ടുള്ള സപ്ലയർ കിട്ടാൻ ഇനിയിപ്പോൾ എല്ലാവരും ഡൗട്ടാണ്, ട്രസ്റ്റ് ആയിട്ടുള്ള സപ്ലയർ എങ്ങനെ കിട്ടും? ട്രസ്റ്റ് ആയിട്ടുള്ള സപ്ലയർ നമുക്ക് എക്സ്പീരിയൻസ് തന്നെ കിട്ടുള്ളൂ. നമ്മൾ ആളടുത്ത് പോയി ഒരു 2-3 ഓർഡേഴ്സ് അല്ലെങ്കിൽ ഒരു 5-6 ഓർഡേഴ്സ് പോകുമ്പോൾ ഉള്ള ആ ഒരാളുടെ ഡീലിങ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ട്രസ്റ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ശരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ത്യ മാർട്ടിൽ തന്നെ കിട്ടും, ആളുടെ റിവ്യൂസ് എന്താണ്, ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. സോ അതിലങ്ങനെ തന്നെ നമുക്ക് ആ രീതിക്ക് തന്നെ നമുക്ക് ആളുടെ റിവ്യൂസ് കാര്യങ്ങൾ നോക്കി വേറെ ഡ്രോപ്പ് ഷിപ്പേഴ്സ് കാര്യങ്ങൾ ആളുടെ അടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സജഷനൊക്കെ എടുത്ത് അങ്ങനെ നമുക്കൊരു സപ്ലയറെ, ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സപ്ലയർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ. റൊപ്പോസോ വഴി പിന്നെ വേറൊരു ഓപ്ഷനാണ് ഈ റൊപ്പോസോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്ലയർമാരൊക്കെ തന്നെയാണ് ഇതിൽ ലിസ്റ്റ് ചെയ്യുക. റൊപ്പോസോ, ഗ്ലോറോഡ് ഇങ്ങനെയുള്ള ഇവർ നമുക്കൊരു ടെൻഡർ അയക്കും, നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് അതിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ട് അവർ നമുക്ക് ഇമെയിൽ അയക്കും. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലിസ്റ്റ് ചെയ്യും. സോ സപ്ലയർമാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓർഡേഴ്സ് വരും, ഒക്കെ COD ആയിട്ടുള്ള ഒരുപാട് ഓർഡേഴ്സ് വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ചറപറ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ഡാമേജ് ഐറ്റംസോ എല്ലാ ഐറ്റംസ് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, അതിൽ പാക്ക് ചെയ്തായിരിക്കും. സോ അതാണ് ഈ പറയുന്ന ഗ്ലോറോഡ് അതുപോലെ തന്നെ ഈ പറയുന്ന റൊപ്പോസോ അതിലൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഡാമേജ് പ്രൊഡക്ട്സ് മാറി കിട്ടുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സോ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഈ ഗ്ലോറോഡ് അതുപോലെ തന്നെ റൊപ്പോസോ കണക്ട് ചെയ്തിട്ട് അതുവഴി പ്രൊഡക്റ്റ് അയക്കാനൊന്നും ഞാൻ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം അത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. സോ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് നല്ലൊരു സപ്ലയറെ എല്ലാവരും കണ്ടുപിടിക്കണം. ഓക്കെ. സോ നെക്സ്റ്റ് ഞാൻ ഒന്നും കൂടി ഇത് പറയാണ്, നമ്മൾ ഈ അൺബോക്സിങ് വീഡിയോ എടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രൂഫ് കാര്യങ്ങളുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് പാനലിൽ ഡിസ്പ്യൂട്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലെയിം നമുക്ക് കിട്ടും, ഫണ്ട് നമുക്ക് റീഫണ്ട് കിട്ടും. ദെൻ നമ്മൾ കറക്റ്റായിട്ടുള്ള പോളിസി കാര്യങ്ങളെല്ലാം അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യണം, നമ്മുടെ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യണം. ദെൻ നല്ല കറക്റ്റായിട്ടുള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സപ്ലൈസിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഇത്ര കാര്യങ്ങളാണ് ശരിക്കും ഇതിന്റെ സൊല്യൂഷനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ലൈവായിട്ട് എനിക്ക് എൻ്റെ ഇവിടുത്തെ വെയർ ഹൗസിലേക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ വന്നു. അത് എവിടെ നിന്നാണ് ചേഞ്ച് ആയെന്ന് അറിയില്ല. എന്തായാലും കസ്റ്റമർ റിഫ്യൂസ് ചെയ്തിട്ടുള്ള ഐറ്റാണ്. റിഫ്യൂസ് ചെയ്തിട്ടുള്ള ഐറ്റം നമുക്ക് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അയച്ചിട്ടുള്ള പാക്കറ്റല്ല തിരിച്ചു വന്നിരിക്കുന്നത്, പാക്കറ്റ് ചെറിയൊരു പാക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് സൊല്യൂഷൻ ആസ് എ സപ്ലയർ സൈഡ് ഞാൻ എന്ത് സൊല്യൂഷനാണ് ചെയ്യുന്നത് ലൈവായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഞാൻ ഓൾറെഡി ആ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സോ അത് ഞാൻ നിങ്ങൾക്ക് ലൈവ്ലി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ. നമ്മുടെ വെയർ ഹൗസിൽ ഇന്ന് വന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് കൊറിയർ ബോയ് റിട്ടേൺ വന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ നമ്മളിവിടുന്ന് പാക്ക് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ഈ റിട്ടേൺ വരുന്ന പ്രൊഡക്റ്റുകൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിലെന്തെങ്കിലും മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ സഡൻ ആക്ഷൻ നമ്മൾ എടുക്കുക. സോ ഇന്ന് അങ്ങനെ നമുക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സോ ആ വീഡിയോ നമുക്ക് കാണാം. ഈ ഐറ്റം റിട്ടേൺ വന്ന ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ അയച്ചുള്ളത് പോർട്ടബിൾ വാഷർ അയച്ചത്, പക്ഷേ ഇത് റിട്ടേൺ വന്നുള്ളത് വേറെ ഏതോ ബോക്സ് ആണ്. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ OTP ഡെലിവറി ബോയുടെ അടുത്ത് റിമാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ റിട്ടേൺ അയക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിത് റിമാർക്ക് നമ്മളിത് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിത് ഡിസ്പ്യൂട്ട് റൈസ് ചെയ്യും കൊറിയർ കമ്പനിയുടെ ഇതിൽ. ആ രീതിക്കാണ് നമ്മൾ ഈ റിട്ടേൺ വരുന്ന വേറെ ഐറ്റംസ് നമ്മൾ മാനേജ് ചെയ്യുന്നത്.
സോ എല്ലാവരും കണ്ടില്ലേ. സോ ഈ ഒരു ഇഷ്യൂ ആസ് എ സപ്ലൈ എന്ന രീതിക്ക് ഞാൻ ഇടയ്ക്കൊക്കെ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. എന്തോ ഇതുകൊണ്ട് ഇന്ന് ഇങ്ങനത്തെ ഒരു വിഷയം വന്നു. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വന്നു, നമ്മളപ്പോൾ തന്നെ ആസ് എ സപ്ലൈ എന്നുള്ള രീതി നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമ്മൾ റിജക്റ്റ് ഫോട്ടോ എടുക്കും. ഫസ്റ്റ് ഇത് നമ്മുടെ പ്രൊഡക്റ്റ് അല്ല എന്ന് മനസ്സിലാകുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. ആസ് സപ്ലൈ എന്നുള്ള രീതി ഇത്ര പ്രൊഡക്ട്സ് റിട്ടേൺ വന്ന് സൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ റിമാർക്ക് ആഡ് ചെയ്യും. നമ്മൾ സീൽ കൊടുക്കില്ല, OTP നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കില്ല. ഈ സാധനം OTP അവർ നമ്മളടുത്ത് ചോദിക്കുക. അപ്പോൾ OTP നമ്മളടുത്ത് ചോദിക്കുമ്പോൾ നമ്മളത് കൊടുക്കില്ല. നമ്മളത് കൊടുക്കാതെ തന്നെ ഈ സാധനം എൻ്റെ പാഴ്സലല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ ക്ലയൻറ്റ് പോർട്ടൽ, ലോജിസ്റ്റിക്സ് ക്ലയൻറ്റ് പോർട്ടലിൽ പോയിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാണ് ചെയ്യുക. ഡിസ്പ്യൂട്ട് റേസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ, അതേപോലെ ഡിസ്പ്യൂട്ട് റേസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ക്ലെയിം കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അതിനൊപ്പം തന്നെ മെയിനായിട്ട് ആസ് എ സപ്ലൈ എന്നുള്ള രീതിക്ക് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ഈവൻ അവരൊരു പാഴ്സൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. പേഴ്സണലി ഓരോ ലേബലിൻ്റെയും നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ പ്രൊഡക്റ്റിൻ്റെയും ഫോട്ടോ എടുത്തിട്ട് ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിന് നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ അയച്ചു കൊടുക്കും. സോ അതുകൊണ്ട് തന്നെ അതൊരു പ്രൂഫാണ് നമ്മുടെ കയ്യിൽ. ദെൻ അതിന് ശേഷം റിട്ടേൺ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി ആകുമ്പോൾ അത് നമുക്ക് നമ്മുടെ രീതിയിൽ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്കിത് കറക്റ്റ് രീതിയിലുള്ള കാര്യങ്ങൾ ഡെലിവറി കമ്പനി ഏതാണോ ലോജിസ്റ്റിക്സ് പാർട്ട്ണർ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ക്ലെയിം കാര്യങ്ങളെല്ലാം കിട്ടും. സോ ഈ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോസ് ഒന്നുകൂടി കാണുക. ഓക്കെ, ദെൻ ബൈ.